മാഷെ നമസ്കാരം. കഴിഞ്ഞ ദിവസം കണ്ണൂർ പിണറായി വെണ്ടുട്ടായി കനാൽക്കരയിൽ CPM-ന്റെ ഒരു പാർട്ടി ഗ്രാമമാണ്. അത്രയേറെ CPM-കാർ നിൽക്കുന്ന CPM-ന്റെ ഒരു പാർട്ടി ഗ്രാമത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിന് തൊട്ട് തലേ ദിവസം രാത്രി അടിച്ചു തകർത്തു. കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യുന്ന ഓഫീസാണ്. അതിന് പിന്നാലെ വലിയ കോലാഹലങ്ങളുണ്ടായി. ഇപ്പോൾ അതിലൊരു CPM-വുമായി ബന്ധപ്പെട്ട അനുഭാവി എന്ന് പറയപ്പെടുന്ന വിപിൻ രാജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് ഈ 24 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ രീതിയിലേക്ക് തങ്ങളുടെ ഗ്രാമത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുകയാണെങ്കിൽ അത് സമ്മതിക്കില്ല. പക്ഷേ സ്വാതന്ത്ര്യം ജനാധിപത്യമൊക്കെയാണ് പറയുക. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ വലിയ മുറവിളികൾ ഉണ്ടാക്കുന്നതാണ് CPM എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചെറിയ യുവാക്കളുടെ മനസ്സിലേക്ക് പോലും ഈ രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ ശത്രുത കയറ്റുകയാണ് ഇപ്പോഴും പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായി നാം നോക്കിക്കാണുന്നത്? അല്ല, പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം, പ്രത്യേകിച്ച് മാർക്സിയൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു മാർക്സിസത്തിൻ്റെ പ്രശ്നമായിട്ടല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. പക്ഷേ മാർക്സിസത്തിൻ്റെ ബോർഡ് വെച്ച ഒരു സംഘടന എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവായിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. പക്ഷെ പൊതുവെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഉടനെ തന്നെ ഇത് മാർക്സിസത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പലരും അതിനെ വ്യാഖ്യാനിക്കും. അതല്ല ശരി. മാർക്സിസത്തിൻ്റെ പേര് വെച്ച് മാർക്കറ്റിംഗ് നടത്തുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു സംഘടന, അവർ ഗുണ്ടായിസം നടത്തുകയും ആ ഗുണ്ടായിസത്തിനെ ന്യായീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു മണിമുഴക്കം, അതിൽ മണിനാശം പറഞ്ഞതെന്ന് വെച്ചാൽ അടിക്കണം, പക്ഷേ അടിച്ചത് ശരിയാണ്, നല്ലതാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായത്. എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രമേ അങ്ങനെ അടിക്കാൻ പാടുള്ളൂ എന്നാണ് അതിൻ്റെ സന്ദേശം. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനല്ലല്ലോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അടി കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരോ പാർട്ടിക്കാരോ ആരെങ്കിലും ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പാർട്ടിക്കാർക്കും പറയാൻ പറ്റുന്നില്ല നല്ലതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഗുണ്ടായിസം മാത്രമാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നതിനുള്ള അസഹിഷ്ണുത നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അസഹിഷ്ണുതയാണ്. ഇപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു പാട്ടിയം ഗോപാലൻ സ്മാരക വായനശാലയും അതേപോലെ തന്നെ പാർട്ടിയുടെ വളരെ ബൃഹത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രവിശ്യയാണ് ശരിക്കും. അവിടെ കോൺഗ്രസ് ഓഫീസ് ഇടുന്നത് തന്നെ വെല്ലുവിളിയോടുകൂടി തന്നെയാണ്. അതെ, നിങ്ങളുടെ കൂട്ടിൽ, നിങ്ങളുടെ കേന്ദ്രത്തിൽ ഞങ്ങളുടെ ഓഫീസ് സ്ഥാപിക്കും എന്നുള്ള പ്രഖ്യാപനം അതിൻ്റെ അകത്തുണ്ട്. അതൊരു വെല്ലുവിളിയായിട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റിനാണ് എടുക്കേണ്ടത്. അതിന് പകരമായിട്ട് അവരെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യ സ്വഭാവങ്ങൾ സമ്പൂർണ്ണമായിട്ടും തകർന്നുപോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇതിന് പോലീസ് ഇപ്പോൾ പിടിച്ചിരിക്കുന്ന വ്യക്തി വിപിൻ രാജ് നേരത്തെയും പോലീസ് പിടിച്ചിട്ടുള്ളതാണ്. കാരണം അയാൾ ഈ തെയ്യം, അവിടുത്തെ കണ്ണൂരിൻ്റെ ഒരു വലിയ ഒരു അനുഷ്ഠാന കലയാണല്ലോ തെയ്യം. അപ്പോൾ ഈ തെയ്യം നടക്കുന്ന ക്ഷേത്ര പരിസരത്തൊക്കെ ഇദ്ദേഹം ഉണ്ടാവും. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് അധികം നാളായിട്ടില്ലെന്ന് തോന്നുന്നു. അവിടെ തെയ്യം നടക്കുന്ന സമയത്ത് അവിടെ ചെന്ന് തെയ്യത്തിനോട് പറയാണ്, ഇതുമാരെ ഇങ്ങനെയൊന്നും പോരടാ, ആട്ടം മര്യാദക്ക് ആടറാ, ഞാൻ പറയുന്നവരെ ആടറാ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ തെയ്യത്തെ അടിക്കാനൊക്കെ പോയി. അതിൻ്റെ പേരിൽ പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇയാൾ ഒരു ഗുണ്ടയാണ്, അല്ലാണ്ട് നമുക്ക് അയാൾ ഒരു CPM-കാരനാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ CPM അയാളെ തോളിലേറ്റിയാൽ CPM ഈ ഗുണ്ടകളെ കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന പാർട്ടിയായിട്ട് മാറിത്തീരും. അതാണല്ലോ ആ പാർട്ടിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ വിമർശനമായിട്ട് വരുന്നത്. മാത്രമല്ല, തങ്ങളെ എതിർക്കുന്ന ആരെയും ഭൂമുഖത്ത് തന്നെ വെച്ചേക്കില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം പല കാലങ്ങളിലും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ അതിനൊന്നും ഒരിക്കലും ഒരു കുറവും വരില്ല. അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ സ്വഭാവ സവിശേഷത അതായിരിക്കും എന്ന് വീണ്ടും വീണ്ടും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പാർട്ടി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എതിർക്കുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന വിപിൻ എന്നൊക്കെ പറഞ്ഞാൽ 24 വയസ്സേ ആയിട്ടുള്ളൂ. അവനെയൊക്കെ ശരിയായ രീതിയിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്ത് പാർട്ടിയുടെ പ്രവർത്തനമാക്കി മാറ്റുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയൊന്നും പറ്റുന്ന തരത്തിലുള്ള ആളുകളല്ലാതെ ആ ആളുകൾക്കും കൂടി കുഴപ്പമാണ്. 24 വയസ്സായ ഒരാളെ ശരിയായിട്ടുള്ള ഏരിയയിൽ പാർട്ടി വിദ്യാഭ്യാസം കൊടുത്ത് വളരെ നല്ല ഒരു വ്യക്തിയാക്കി മാറ്റി തീർത്തു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഗുണകരമായിത്തീരും. ഇത് പാർട്ടിക്ക് കോടാലിയായിത്തീരും. പക്ഷേ ഇപ്പോഴത്തെ നേതാക്കൾക്ക് കോടാലികൾ മതി. അതാണ് ആ കോടാലികൾ കൊണ്ട് എതിരാളികളെ വെട്ടുക എന്നുള്ളത് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാവിത്രി റോയുടെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്,
നെല്ലിൻ്റെ ഗീതം എന്ന് പറയുന്നത് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മാതൃക സന്ദേശം നൽകുന്ന നോവലായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. ഒരു കാലത്ത് അത് ഒരുപാട് വായിക്കപ്പെട്ടിട്ടുള്ള. അതിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേര് തന്നെ പാർത്ഥൻ എന്നാണ്. പാർത്ഥൻ. അപ്പോൾ ആ പാർത്ഥനാണ് അതിലെ നായകൻ. അദ്ദേഹം എത്ര മനോഹരവും സുന്ദരമായിട്ടുള്ള രീതിയിലാണ് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത്. നമുക്ക് തന്നെ പുസ്തകം വായിച്ച് പാർത്ഥനോട് ഒരുതരം ആരാധനയും അതേപോലെ തന്നെ ബഹുമാനമൊക്കെ തോന്നും. അങ്ങനെ അത്ര സോഫ്റ്റായിട്ട് മനുഷ്യനോട് ഇടപെട്ട് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റി തീർക്കുന്ന പ്രക്രിയയിൽ ഇടപെടുന്ന ഒരാളാണ്. അങ്ങനെയാണ് ആളുകൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ഈ പാർട്ടി ആളുകളെ പഠിപ്പിക്കേണ്ടതിന് പകരം പോയി നീ വെട്ടി ശരിപ്പെടുത്തിയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വാക്കത്തീർത്ത് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അനുവദനീയമല്ല. കേരളീയ സമൂഹം കുറേ കൂടിയൊക്കെ നല്ല രീതിയിലേക്ക് ജനാധിപത്യവൽകൃതമായിട്ടുള്ള രീതിയിലേക്ക് രാഷ്ട്രീയ ശത്രുത എന്ന് പറയുന്നത് അക്രമത്തിലേക്ക് രാഷ്ട്രീയ കൊലപാതകങ്ങളിലേക്ക് പോകാനായിട്ട് പാടില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവിടെയാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു പൊളിക്കുന്ന പഴയ കാലത്തിൻ്റെ ഓർമ്മകളെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയായിട്ട് വരുന്നത്. ഒരിക്കലും അത് ഈ സമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ സമൂഹം അതിനെ തള്ളിക്കളയും. അങ്ങനെ തള്ളിക്കളയുമ്പോൾ ഇത് ആക്രമിച്ച ആളുകൾ മാത്രമല്ല, ആക്രമിച്ച ആളുകൾ ചുവന്നു കിടക്കുന്ന പാർട്ടി വരും ജനങ്ങൾ തള്ളിക്കളയും. അതാണ് പ്രശ്നം. രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ ഒന്ന്, ഇവിടെ ഓഫീസ് മാത്രമായിരുന്നില്ല, ലൈബ്രറി ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വായിക്കാനും അവരെ കൂടുതൽ വായനകളാണല്ലോ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ എത്തൊക്കെ തന്നെ പറഞ്ഞാലും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പുസ്തകങ്ങളും അതുപോലെ തന്നെ പത്രവായനയും ഒക്കെ തരുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു വർക്കിംഗ് പോലും വ്യത്യസ്തമാണ് എന്നാണ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ചു വളരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് ആ ലൈബ്രറികൾ പോലും കത്തിച്ച് കളയുന്ന രീതിയിലേക്ക് ഇവർ മാറുന്നു. അവിടെ അടിച്ചു പൊളിക്കുന്നു, ലൈബ്രറി അടക്കം തീടുന്നു എന്ന് പറയുമ്പോൾ അതിലൊരുപാട് നമ്മൾ അതിൻ്റെ ഒരു ദുരന്തം വേറെയാണ്. രണ്ടാമത്തത്, ഈ വിപിൻ രാജ് മാത്രം ആയിരിക്കില്ല ഇതിൻ്റെ പുറകിലുണ്ടായിരിക്കുക. കാരണം ഒരു ഓഫീസൊക്കെ അടിച്ച് പൊളിക്കണമെങ്കിൽ രാത്രി ഒരാൾക്ക് മാത്രം പോയി ചെയ്യാവുന്ന കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരാളെ മാത്രം തൽക്കാലം പിടിച്ച് കണ്ണിൽ പൊടിയിടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ അടിത്തട്ടിലേക്കുള്ള ആളുകൾക്ക് നേരെ മാത്രം, അതായത് CPM-ൻ്റെ അടിത്തട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അടിത്തട്ടിലുള്ള പ്രവർത്തകരെ മാത്രം തമ്മിലടിപ്പിക്കുകയും ഈ നേതാക്കന്മാർ, ഇപ്പോൾ BJP-യോ CPM-ഓ കോൺഗ്രസോ ആരോ ആയിക്കോട്ടെ, നേതാക്കന്മാർ മുകൾ തട്ടിലേക്ക് പോകുമ്പോൾ ഇവരെ തമ്മിലൊന്നും ഏറ്റുമുട്ടലില്ല. അടിത്തട്ടിലെ പ്രവർത്തകന്മാർ തമ്മിൽ മാത്രമാണ് ഏറ്റുമുട്ടുന്നത്. ഈ ഒരു മറ്റുള്ള സമയങ്ങളിൽ ഇവർ ഭയങ്കര സൗഹൃദത്തിലാണ് മേൽത്തട്ട് നേതാക്കന്മാരൊക്കെ. അപ്പോൾ ഈ അടിത്തട്ടിലും കൂടി ഈ പ്രവണത വന്നു കഴിഞ്ഞാൽ ഇതൊരു സുന്ദരമായ കേരളമാവില്ലേ? അല്ല, മേൽത്തട്ടിൽ ഉള്ള അവരുടെ അടുപ്പം എന്ന് പറയുന്നത് അതൊരുതരം കച്ചവട ബന്ധമായി മാറിയിരിക്കുകയാണ്. അല്ല, അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ എല്ലാ പാർട്ടിയിലെ നേതാക്കളും തമ്മിലുള്ള സൗഹൃദവും കൊടുക്കൽ വാങ്ങലുകളും എന്ന് പറയുന്നത് ഈ താഴെത്തട്ടിലുള്ള മനുഷ്യരെ യഥാർത്ഥത്തിൽ പരിഹസിക്കുന്നത്. അത് നീ പോയി അടിക്കൂ, നീ തല്ലിപ്പൊളിക്കൂ, നീ ചാകൂ, വേണമെങ്കിൽ നിൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റൊക്കെ പാർട്ടി കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇവർ വെറുതെ ചാവേറൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതൊരു പാർട്ടിയല്ല, എല്ലാ പാർട്ടിയും ജോലിയാണ്. കാരണം നമ്മൾ ഈ രാഷ്ട്രീയ അക്രമങ്ങളുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടായ മരിക്കുന്ന ആളുകളെടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണല്ലോ. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തമ്മിലടിപ്പിക്കുന്നത് ഈ മേൽത്തട്ടിലുള്ള മഹാനേതാക്കന്മാർ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റില്ല. കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ അവർ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ആഘോഷമാണത്. ഈ ആഘോഷത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവർക്ക് ലഭ്യമാകുമ്പോൾ അവരങ്ങനെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സംഭവിച്ചാൽ മാത്രമാണ് ഈ മേൽത്തട്ടിൽ നിലനിൽക്കുന്ന സൗഹൃദം കീഴ്ത്തട്ടിലേക്കും എത്തിച്ചേരുകയും. പക്ഷെ ഇതിനകത്ത് പാർത്ഥൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതും അപകടകരമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈബ്രറി കത്തിക്കുക എന്ന് പറഞ്ഞാൽ. മാർക്സിസ്റ്റുകാർ അതേപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ബെർത്തോൾട്ട് ബ്രെത്ത് എന്ന് പറയും. അദ്ദേഹം ഒരു കവിത എഴുതിയ സമയത്ത് അദ്ദേഹം ആ കവി ഇരുന്ന് പറയുകയാണ്, എന്നെ കത്തിക്കൂ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി? എന്നെ കത്തിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം, അതായത് അഡോൾഫ് ഹിറ്റ്ലറുടെ കാലത്ത്, ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഈ സ്വച്ഛാധിപതിയുടെ കാലത്ത് അദ്ദേഹം കൊടുത്ത ഒരു സന്ദേശം എന്ന് പറയുന്നത് എല്ലാ ലൈബ്രറികളും തീയിട്ട് ചുട്ടെടുക്കുക എന്നുള്ളതാണ്. പുസ്തകങ്ങളിങ്ങനെ പട്ടാളം എല്ലാ സ്ഥലത്തു നിന്നും തപ്പിക്കൂട്ടി വലിയ കൂനകളാക്കി കൊണ്ടുവന്ന് ആ കൂനകൾക്ക് തീ വെക്കും. അപ്പോൾ ഓരോ എഴുത്തുകാരൻ്റെയും പേര് ലിസ്റ്റ് വെക്കും. അങ്ങനെ ലിസ്റ്റ് വെക്കുന്ന സമയത്ത് ഈ എഴുത്തുകാരൻ, ഈ കവിയുടെ പേര് അതിൻ്റെ അകത്തില്ല. അപ്പോൾ അയാൾക്ക് അതൊരു ഭയങ്കര നാണക്കേട്, അയാളെ പരിഹസിക്കുന്നതായിട്ട് തോന്നുകയും ചെയ്തിട്ടാണ് അയാൾ പറയണത് എന്നെ കത്തിക്കൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പുസ്തകങ്ങൾ കത്തിച്ച് കളയുന്ന ആളുകൾ തലച്ചോറിന് വില കൽപ്പിക്കാത്തതായിട്ടുള്ള ആളുകൾ. ആ മുസോളിനി ആയാലും ഹിറ്റ്ലർ ആയാലും ഒക്കെ ചെയ്തതിന്
ഇവിടെയും അങ്ങനെ മുസോളിനിയെ അല്ലെ ഹിറ്റ്ലർ അല്ലെങ്കിൽ പോലും ഇതെല്ലാം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആളുകൾ ആരാണോ അവൻ്റെ തല മുസോളിൻ്റെ തല പോലെ ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ തല പോലെ ഇരിക്കുന്നതാണ്. അവർക്ക് പുസ്തകങ്ങളോട് ഒരു ബഹുമാനമില്ല, അതുപോലെ സംസ്കാരത്തോട് ബഹുമാനമില്ല, വായനയോട് ബഹുമാനമില്ല. അതുകൊണ്ട് വായിക്കുന്നതിന് വേണ്ടി തപ്പിക്കൂട്ടി വെച്ചിരിക്കുന്നതായിട്ടുള്ള പുസ്തകങ്ങൾ തീയിടുക എന്ന് പറയുന്നു. അവർ യഥാർത്ഥത്തിൽ ഈ നമ്മൾ പറയുന്നവർ ആശയലോകത്ത് നിന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പ്രവൃത്തിയായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അത് വളരെ അപകടകരമായിട്ടുള്ള സന്ദേശമല്ലേ സമൂഹത്തിന് നൽകുന്നത്? തീർച്ചയായിട്ടും. അതായത് അതുകൊണ്ട് പുസ്തകങ്ങൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനും തീയിടുന്നവരെ ജോലിയിലേക്ക് ഏത് കാരണത്തിൻ്റെ പേരിലായാലും പോകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ ആശയത്തിൻ്റെ അടിത്തറ ഉള്ള ഒരാളാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് എപ്പോഴും പറയാറുണ്ട്. അവർക്കൊരിക്കലും ഒരു പുസ്തകത്തെ കത്തിക്കാൻ കഴിയില്ല. അത് പിന്നെ അതാണൊരു മനുഷ്യനെ, മാർക്സിസത്തിൻ്റെ മൂലധനം എന്ന് പറയുന്ന മാർക്സിൻ്റെ പുസ്തകവും അതുപോലെ തന്നെ മാർക്സിൻ്റെ എഴുത്തുകളും എംഗൽസിൻ്റെ എഴുത്തുകളും ഒക്കെ നമ്മളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്. EMSൻ്റെ പുസ്തകങ്ങളായാലും അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ പുസ്തകങ്ങളിലൂടെ വന്നിട്ടുള്ള, ഇപ്പം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകവും അതോടനുബന്ധിച്ച് അത്തരം എന്താണ് മനുഷ്യൻ്റെ മനസ്സിനെ നവീകരിച്ചത് ഇത്തരം എഴുത്തുകളിലൂടെയും നാടകങ്ങളിലൂടെയും ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതുപോലും മനസ്സിലാവാത്ത രീതിയിലേക്ക് മനസ്സിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ എന്താ പറയുക വിഷം നിറയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ലേ സങ്കടകരം? അല്ല, ഈ സംഘടനാ ശക്തി എന്ന് പറയുന്ന ഗുണ്ടായിസം, അത് ഗുണ്ടായിസം തന്നെയാണ് ശരിക്കും പറഞ്ഞത്. പാർട്ടിയുടെ തലത്തിൽ നിൽക്കുക മാത്രമാണ് അത് നമ്മൾ പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം എന്ന നിലക്ക് ചർച്ച ചെയ്യുന്നത്. ഗുണ്ടകളുടെ ജോലി എന്താണ്? കുറേ ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ ഒറ്റക്കല്ലല്ല അവർ വെല്ലുവിളിക്കുന്നത്. കുറേ ആളുകൾ കൂട്ടം ചേർന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതവരങ്ങ് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഗുണ്ടാപ്പണി എന്ന് പറയുന്ന സാധനം. അത് പലപ്പോഴും ഒരു കൊട്ടേഷൻ, നമ്മൾ അങ്ങനെ പല ഭാഷകളും അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ചിന്തയില്ല, നാളെ എന്ത് സംഭവിക്കുക എന്നുള്ളത് പ്രശ്നമില്ല. തങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ തെറ്റും ശരിയും അവരെ ഒരിക്കൽ പോലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയുടെ പ്രവർത്തകർ അങ്ങനത്തെ ആളുകളായിട്ട് മാറാൻ പാടില്ല. അതാണ് പ്രശ്നം. പ്രത്യയശാസ്ത്രം എന്നൊക്കെ വിശേഷിപ്പിക്കുമെങ്കിലും ഇപ്പോൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഒരു സഹാവിനെയും പ്രത്യയശാസ്ത്രപരമായിട്ട് ആയുധാണിയിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ പാർട്ടിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് വായിക്കണ്ട, പഠിക്കണ്ട, പറയുന്ന കാര്യം ചെയ്താൽ മതി. അത് ഇയാളെപ്പോലുള്ള ആളുകൾ ചെയ്യും. അതുപോലുള്ള ആളുകൾ ഒരുപാട് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിയുടെ സ്ഥിതി എന്ന് പറയുന്നത് ഗുണ്ടാപ്പണി മാത്രമായിട്ട് മാറും. അതാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു പൊളിച്ച് കത്തിച്ചതിൽ നിന്ന് പ്രകടമാകുന്ന സന്ദേശം. അതാണ് അത് തിരിച്ചറിഞ്ഞ് നേതൃത്വം അടിയന്തരമായിട്ട് ഇടപെട്ട് അത് തിരുത്തി കേരളീയ സമൂഹത്തിൻ്റെ ഒരു സാംസ്കാരിക മുഖമുണ്ട്, അതൊരിക്കലും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. തീർച്ചയായും.